ഈ ഗ്രൗണ്ട് വാട്ടർ ലെവലിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവില്ലേ? ചില സമയത്ത് മഴക്കാലത്ത് വരുന്ന ഒരു ടെസ്റ്റിംഗ് റിസൾട്ട് ആയിരിക്കില്ല വേനൽക്കാലത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇത്? വേഴ്സ്റ്റ് കേസ് ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വേഴ്സ്റ്റ് കേസ് എന്ന് പറയുന്നത് വെയിൽ കാലത്തായിരിക്കും, വേനൽക്കാലത്ത്. അത് മാർച്ച് ഏപ്രിലാണ്, ആ സമയത്തെ വെള്ളമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുക. ബിക്കോസ് അത് വേനൽക്കാലം ആകുമ്പോൾ എന്തുകൊണ്ട് TDS കൂടുതലായിരിക്കും, ഉണ്ടെങ്കിൽ TDS കൂടുതലായിരിക്കും. പിന്നെ വേനൽക്കാലത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസ്, വേറെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ വേനൽക്കാലത്താണ് അത് കോൺസെൻട്രേഷൻ കൂടുതലാകുക. കാര്യം ബാക്കിയുള്ള സൈഡിലേക്കെല്ലാം ഇത് ഡൈല്യൂട്ട് ആകുമ്പം ഇതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് കുറഞ്ഞു പോകും, അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു പോകും. മാർച്ച് ഏപ്രിൽ നമ്മുടെ സ്ഥലങ്ങളിൽ മാർച്ച് ഏപ്രിൽ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ ഏതാണ്ട് കറക്റ്റായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഏറ്റവും മോശം ക്വാളിറ്റി അല്ല, ഏറ്റവും മോശം സ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെള്ളത്തിൻ്റെ. പക്ഷേ അതിൽ വേറൊരു കുഴപ്പമുള്ളത്, മഴക്കാലത്തായിരിക്കും ഈ കോളിഫോമും ഈക്കോളയും വരുന്നത് മഴക്കാലത്താണ്. പക്ഷേ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്ന വെള്ളം സ്റ്റോർ ചെയ്യുമ്പം, കളക്ട് ചെയ്യുന്ന വെള്ളം നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഡിസിൻഫെക്റ്റൻ്റ് ഉപയോഗിക്കണം. അതായത് ക്ലോറിൻ അല്ലെങ്കിൽ UV. ക്ലോറിനാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലോറിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റായിട്ടുള്ള അളവിന് ക്ലോറിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്കോളയും കോളിഫോം ബാക്ടീരിയയും ഉണ്ടാവില്ല, അത് നശിച്ചു പൊക്കോളും. അപ്പം മഴക്കാലത്ത് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഒന്ന് ഈക്കോളയും അല്ലെങ്കിൽ കോളിഫോമുമാണ്. അത് നമുക്ക് ഈ ക്ലോറിൻ ഡോസിങ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾക്കതിൽ നിന്ന് രക്ഷപ്പെടാം. മറ്റുള്ളത് നമുക്ക് വേനൽക്കാലത്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.